ഖത്തീഫിസ്ഥാന്റെ സ്വന്തം ആളും ഖാദിമും ഖലീഫയായിട്ടൊക്കെ നടക്കുമ്പോ ഞാൻ ഇടക്കിടക്കൊന്ന് എത്തി നോക്കാൻ പോലുണ്ട്. ഓലൊക്കെ പണി എന്താ നോക്കാൻ. ആ സമയത്ത് ഒരിക്കലെ അത്തിബുർ ഉസ്താദ് എന്നോട് പറഞ്ഞു ബുർദ എടുത്തുകൊണ്ട് വരും എന്ന് പറഞ്ഞപ്പോ കുറെ രാത്രികളിൽ ഞാനും ഉസ്താദും ഒറ്റക്ക് റൂമിൽ ഇരുന്നിട്ട് ബുർദ എന്നെ കൊണ്ട് ഇങ്ങനെ ഓദിക്കും, ഉസ്താദ് കേൾക്കും. ചിലപ്പോ ഉസ്താദ് കണ്ട് ബുർദ പാടില്ല, ഉസ്താദ് ഇങ്ങനെ പറഞ്ഞുതരും. അങ്ങനെ ആ ബുർദ തീർത്തൊരു ഓർമ്മ ഉണ്ട്. ആ സമയത്താണ് ഒരിക്കല് ഉസ്താദ് തിരിച്ചു പോകുമ്പോ രാത്രി എന്നോട് ചോദിച്ചു, ഇവിടെ നല്ല ഗൾഫിന്ന് രാത്രി ഒരു ദ്വാ ഉണ്ട്, നിങ്ങൾ ദ്വാരക്കലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ രാത്രി ഒരുപാട് ദ്വാരക്കലുണ്ട് ഉസ്താദ്, ഏതാ ഉദ്ദേശിച്ചെന്ന് വെച്ചു. എന്നാ പിന്നെ ഇങ്ങനെ ദ്വാരക്കണം. പടച്ചോനെ അക്കീന്നങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത് ബാഫക്കി യതീംഖാനയിൽ ഒരു നബിദിന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم لك الحمد ومنك الفرج وإليك المشتاق وأنت المستعان ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. മഹാന്മാരായ കാസിനങ്ങൾ, ഈ വീടിന്റെ ഉടമയായ സയ്യിദ് അടക്കമുള്ള സയ്യിദന്മാർ, മുഹമ്മദ് ബാക്കവി അടക്കമുള്ള പണ്ഡിതന്മാർ, ബഹുമാന്യനായ ഹക്കീമങ്ങൾ, അങ്ങനെ പറഞ്ഞാൽ അറിയുള്ളൂ. അദ്ദേഹത്തിന്റെ പേര് ഹക്കീം എന്നല്ല, മുഹമ്മദ് ബാക്കവി എന്നാണ് എന്റെ അറിവ്. മഹാനവറുകളെ വീട്ടിലേക്ക് അവരെ ഉറൂസുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, യുവാക്കൾ, ഉമ്മകന്യന്മാർ, ദുഹാസമയമായ വള്ളുഹ എന്ന ഖുർആൻ സത്യം ചെയ്തിരുന്നു. ആ ദുഹാ കൊണ്ടുള്ള ഉദ്ദേശങ്ങളിൽ ഇമാം റാസി റളിയല്ലാഹു തആല രേഖപ്പെടുത്തിയ ഒരു തഫ്സീർ, വള്ളുഹ ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്തിലെ ആൺകുട്ടികൾ തന്നെയാണ് സത്യം, വല്ലൈലി പെൺകുട്ടികൾ തന്നെയാണ് സത്യം എന്നാണ്. ആ വള്ളുഹായും വല്ലൈലിയും ഒരുമിച്ച് കൂടിയ സദസ്സിലാണ്. വല്ലൈലി മറക്കപ്പുറത്താണെങ്കിൽ വള്ളുഹ ഈ തിരുമുറ്റത്താണ്. അതുകൊണ്ട് അല്ലാഹു ഈ സദസ്സ് സ്വീകരിക്കട്ടെ. അവിടെ സമാദരണീയനായ സൂചിപ്പിച്ചതുപോലെ കൂടെ കൂടിയവനെ ഒരിക്കലും പരാജയപ്പെടില്ല. വൈകുന്നേരം ഒരു സാധാരണ സ്ഥലമായിരുന്നു. അപ്പൊ അവിടെ വിഷയം അവതരിപ്പിക്കാൻ എന്നെയാണ് ക്ഷണിച്ചിരുന്നത്. പൂക്കോയത്തങ്ങളടക്കം ഒരുപാട് തങ്ങന്മാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ വളരെ പരിചയമുള്ള, എന്നെ അതിയായി ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പണ്ഡിതനായ ഒരു തങ്ങൾ വെറുതെ എന്നൊന്ന് തട്ടിയിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ അവിടെ? കാരണം തങ്ങന്മാരല്ലോ ഉള്ള. അവരെന്നെയാണ് എന്നെ വിളിച്ചത്, പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്നിട്ട് വെറുതെ എന്നോട് ചോദിച്ചാ, നിനക്ക് എന്താ ഇപ്പൊ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹം കിതാബ് തിരിയുന്ന ഒരാളാണ്. അവൻ ഒരു ചെറിയ ഭാഗം ഓതി കൊടുത്തു. വയപ്പോലൂന്ന് സബഴത്തും സാമിനവും കൽപ്പവും. പിന്നെ തിരിനെ വരെ മുണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ളത് വയപ്പോലൂന്ന് സബഴത്തും സാമിനവും കൽപ്പവും. അപ്പൊ സാമിനുഹൂന്നാ പറഞ്ഞേ, അതൊക്കെ വല്ലാതെ ചിന്തിക്കേണ്ട കാര്യമാണ്. സാമിന് ലമീറിലേക്കുള്ള അവസ്ഥയും. അപ്പൊ അവരെ കൂട്ടത്തിൽ നായെ പോലും അള്ളാഹു തആല മെമ്പറാക്കുകയാണ്. എന്നാ അവരെ എല്ലാരും കൂടി നായ അല്ലേനും. അതിലൊരു കർഷകൻ ഉണ്ടായിരുന്നു, അയാളെ നായണായി. അപ്പൊ അങ്ങനെയല്ല പറയേണ്ടത്, അങ്ങനെയും പറയില്ല. കൽബുഹും, കൽബു അഹദിഹിം എന്നല്ല, അവരിൽ ഒരാളുടെ നായ എന്നല്ലല്ലോ പറഞ്ഞേ, ഓല നായ എന്നാണ്. കാരണം കൂടെ കൂടി അങ്ങനെയുള്ളത്. പിന്നെ എല്ലാരും ഒന്നെ. നമ്മളതല്ല അവരൊക്കെ പിന്നാലെ ഇങ്ങനെ തൂങ്ങണത്. അല്ലെങ്കിൽ ഇപ്പൊ ഈ സമയത്ത് ആരെങ്കിലും വിളിച്ചാൽ വരുമോ? അപ്പൊ ഈ ഉസ്താമാരൊന്നും ഇപ്പൊ എന്റെ വേലയൊക്കെ വന്നാ നിങ്ങളെ അങ്ങനെ ഞാൻ മനസ്സിലാക്കുക. പടുജായാലും സഫിയും ഞാനാണ്. ഇതൊരു സയ്യിദിനെ ബഹുമാനിച്ചു വന്നുകൂടിയതാണ്. ഒരു സയ്യിദിന്റെ ഓർമ്മ, ഇത് മതി രക്ഷപ്പെടാൻ. മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദ് മാത ഷഹീദ. പരിശുദ്ധ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് ആരെങ്കിലും മരിച്ചാൽ തത്വത്തിൽ അവൻ ഷഹീദാണ്. ഫിഖഹിൽ ഷഹീദ് അല്ലെങ്കിൽ സ്ഥാനത്തിൽ ഷഹീദാവുമെന്ന്. അള്ളാഹു ആ ദറജക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. കാരണം
റസൂല് മദീനയാണ്, അന മദീനത്തുൽ ഇൽം. പക്ഷെ വാതിൽ അലിയാരാണ്. അലിയും ബാബുഹ. ഇമാം അഹ്മദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, മൻ അറാദൽ മദീന, വൈജ്ഞാനിക പട്ടണമായ മദീനത്തെ ആരെങ്കിലും, ഞാനാകുന്ന മദീനയെ ആരെങ്കിലും കൊതിച്ചാൽ അവൻ വരട്ടെ ആ മദീനയിലേക്ക്, മിൻ ബാബിഹ, അതിന്റെ ഡോറിലൂടെ വരട്ടെ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വാതിൽ എത്തിയിട്ടുണ്ട്, ഇനി വരാണ് ഉള്ളുക കടത്തേണ്ടത്. അതാണ് കസഫീനത്തി നോഹി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം. കസഫീനത്തി എന്നല്ലല്ലോ പറഞ്ഞത്. അവിടെ ഒരുപാട് കാര്യം ചിന്തിക്കാണ്ട്. നൂഹ് നബിയുടെ കാലത്തെ കപ്പല്, നൂഹ് നബിന്റെ കപ്പല് മാത്രമേ അന്നുള്ളൂ, മറ്റെവിടെയും കപ്പലില്ല. ഭൂപ്രതലത്തിൽ ഒരു മണ്ണും ഒരു കല്ലും ഇല്ല, എല്ലാം ഓടിയതാണ്. ഭൂമി മുഴുവനും ജലം, ഒരു കപ്പൽ മാത്രം. അങ്ങനെ കാണുന്ന അഹ്ലുൽ ബൈത്തിനെ, ലോകം മുഴുവനും ഫിത്ന ഫസാദ്, ഒരു കപ്പൽ മാത്രം. അതാണ് അഹ്ലുൽ ബൈത്ത്. അഹ്ലുൽ ബൈത്ത് അമാനുല്ലി ഉമ്മത്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അലിയാർ അടുത്തെത്തിയാൽ പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ അടുത്തെത്തി റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ അടുത്തെത്തിയാൽ പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുത്തെത്തി റളിയല്ലാഹു അൻഹു. ഉമർ ഖത്താബിന്റെ അടുത്തെത്തിയാൽ അബൂബക്കർ സിദ്ദീഖ് അള്ളാന്റെ അടുത്തെത്തി റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് അള്ളാന്റെ അടുത്തെത്തിയാൽ മുഹമ്മദ് മുസ്തഫാന്റെ അടുത്തെത്തിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ അടുത്തെത്തി. അങ്ങനെയാണ് അതിന്റെ കണക്ക്. അങ്ങനെയാണ് ഖുർആനും ഹദീസും ചരിത്രമൊക്കെ ഉള്ളത്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതാണ് തറവാട്. വല്ലദീന മഅഹു, അതാണ് അബൂബക്കർ സിദ്ദീഖ്. അശിദ്ദാഉ അലൽ കുഫാർ, അത് ഉമർ ഇബ്നുൽ ഖത്താബാണ്. റുഹമാഉ ബൈനഹും, അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്. തറാഹും റുക്അൻ സുജ്ജദ, അത് അലി ഇബ്നു അബീ ത്വാലിബാണ്. ഇത് ഇങ്ങനെ തന്നെ റൂഹുൽ ബയാനിൽ കാണാം. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും വ്യാഖ്യാനം പറയുമ്പോൾ ആളുകൾ ഉടനെ പറയാ ത്വരീഖത്ത് ചേർന്നാണ്. കിതാബ് നോക്കൂല, അതാണുള്ള പ്രശ്നം. ഇത് അങ്ങനെ തന്നെ റൂഹുൽ ബയാനിലുണ്ട്. അത് നോക്കൂല, എന്നിട്ട് ത്വരീഖത്തിൽ അടിച്ചേർക്കുക. അതന്നെ എനിക്ക് സ്വലാത്തോ അത്തിപ്പറ്റ് ഉസ്താദ് ഇങ്ങനെയുള്ള അല്ലാത്ത ഒരു ആക്ഷേപാർഹമായ ഒരു ത്വരീഖത്ത് എന്റെ അടുത്തില്ല. സ്വലാത്ത് അധികരിപ്പിച്ചാൽ തന്നെ രക്ഷപ്പെടും. അള്ളാഹു അവനെ ഏകിയ ആൾക്കാരെ കാണിച്ചിരുന്ന് വിശ്വസിക്കുന്ന മുത്താലിമാണ്. റസൂലുള്ളാഹിനെ വക്രീകരിക്കരുത്. അള്ളാഹിന്റെ റസൂലിനെ ശരിക്കും പഠിച്ചാൽ അഹ്ലുൽ ബൈത്തിനെ നമ്മൾ സുശക്തമായ പ്രമാണമായി അവലംബിക്കും. ഖുല്ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. അൽ ഖുർബ, ഖുർബനെ അലിഫ്ലാമിന്റെ ഉള്ളിൽ കാണാൻ കയറ്റിയത്. അൽ മവദ്ദ, മവദ്ദ എന്ന് പറഞ്ഞ ഹുബിന്റെ മേലെയാണ്. അതിനെന്തിട്ട് അലിഫ്ലാമിന്റെ ഉള്ളിൽ കയറ്റി ടൈറ്റാക്കി പറഞ്ഞാൽ ഏറ്റവും കടുപ്പുള്ള സ്നേഹം എന്ന അർത്ഥം വെക്കണമെന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പട്ടിണി കിടന്നതിനും മർദ്ദന, തണ്ടന, താടന, പീഡനങ്ങൾ അനുഭവിച്ചതിനും നിങ്ങളോർത്ത് കരഞ്ഞതിനും നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലും ഒന്നാനാകാശത്ത്, രണ്ടാനാകാശത്ത്, സപ്താകാശങ്ങളിലും അതിന്റെ അപ്പുറം കാബകൗസയിലും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചതിനും ചോദിച്ചതിനും പ്രാർത്ഥിച്ചതിനും കരഞ്ഞതിനും ഏറ് കൊണ്ടതിനും അടി കിട്ടിയതിനും ചോര ഒലിച്ചതിനും ബോധം കിട്ടിയതിനൊക്കെ തിരിച്ച് നിങ്ങൾ എനിക്ക് തരേണ്ടത് നിന്റെ മക്കളെ നെഞ്ചിലേക്കുകയാണ് എന്ന് പറയുന്നേ യാ റസൂലല്ലാഹ്. അതുകൊണ്ട് അഹ്ലുൽ ബൈത്ത് വിളിച്ചാൽ വരാതിരിക്കരുത്. നമ്മളെന്തേ അള്ളാഹ് തങ്ങളാക്കാൻ നമുക്കറിയില്ല. അതിലൊക്കെ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാവും. ആർക്ക് എന്ത് കൊടുക്കണം, ആര് ഏത് കാലത്ത് കൊണ്ടുവരണം, ഇതൊക്കെ അള്ളാഹ്ക്കറിയാം. അവന്റെ ഇൽമിൽ ഒരുപാട് രഹസ്യം ഉണ്ടാവും. വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. നമുക്ക് കുറച്ചേ തന്നിട്ടുള്ളൂ. അതിലുള്ള പരിമിതിയിൽ നമ്മളോട് പറഞ്ഞ് നമ്മൾ അള്ളാഹു തആല വെച്ച സ്റ്റെപ്പിൽ നമ്മൾ പെരുമാറിയാൽ മതി. അപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമുക്കറിയില്ല, രഹസ്യം നമുക്കറിയില്ല. നമുക്ക് അറിയണവർക്ക് തന്നെ അറിയുന്നത് വളരെ വിരളമാണ്. പിന്നെ അറിയാത്തതാണ് കൂടുതൽ. ഏറ്റവും അറിയുന്ന അറിവാളനാണ് മുഹമ്മദ് മുസ്തഫ. അമ്മാ ഊതീതും എന്ന ആ മുഖാത്തബിൽ തങ്ങളുണ്ട്. അതുകൊണ്ടാണ് റബ്ബി സിദ്നി ഇൽമ എന്ന ആയത്ത് തങ്ങളുടെ വഫാത്ത് വരെ നസ്ഖ് ചെയ്യപ്പെടാത്തത്. തങ്ങൾ വഫാത്താകുന്ന സമയത്തും ഈ ആയത്തുണ്ട്. അതിനറ്റല്ല. ആ ഒരു പ്രകാശത്തിൽ നിന്ന് ഒരുപാട് രേണുക്കളെ സ്വാംശീകരിച്ച ആളാണ് അക്കീന്തങ്ങൾ. അക്കീന്തങ്ങളെ കുറിച്ച് ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് പ്രത്യേകതയിൽ, അതേ അളവിലൊന്നല്ലോ, എന്നാലും അളവില്ലെങ്കിൽ അലയൊലി ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്ന ഒന്നാമത്തെ പ്രത്യേകത അവരെ പുഞ്ചിരിയാണ്. ഞാനും അക്കീന്തങ്ങളും തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത് ബാഫത്തി യത്തീഖാനയിൽ ഒരു നബിദിന പരിപാടിയിലാണ്. മറ്റേ അക്കീന്തങ്ങൾ അങ്ങനെ കാണലുണ്ട്, അക്കീന്തങ്ങൾ എന്നെയും കാണലുണ്ടാവും. ഒരേ സ്റ്റേജിൽ പങ്കെടുക്കണമെന്നാണ്. ഞാൻ വണ്ടി വന്ന് ഇറങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ടൊരു വണ്ടി ഇറങ്ങാൻ, ആ ഒരൊറ്റ നോട്ടത്തിൽ ഒരു ചിരി ഉണ്ട് കൈമാറിയിട്ട്. അത് കൈമാറി വിട്ടിപ്പോ ഏകദേശം 20 കൊല്ലായിട്ടുണ്ടാവും. ഇപ്പോഴും ആ ചിരിന്റെ കൽബിന്ന് പോയിട്ടില്ല. അങ്ങനെയാണ്. ആ ചിരി
എന്റെ കൽബൊന്നും ഇപ്പോഴും പോയിട്ടില്ല. ചില മനുഷ്യന്മാര് ചിരിച്ച് നമുക്ക് തോന്നും ഇയാള് ചിരിക്കാതെ ഇരുന്നാ മതിയായിരുന്നു. ചിരി 42 ഐറ്റം ഉണ്ട് എന്നാണ്. കരച്ചിലുണ്ട് 10-30 ഐറ്റം. ഞാൻ അപ്പൊ കൂടി പറഞ്ഞില്ല. ഹക്കീം തങ്ങളുടെ ആ ചിരി ഉണ്ട്. ആ ചിരി കണ്ട് നമുക്കൊരു ഹദീസ് ഓർമ്മ വരും. അല്ലാഹുവിന്റെ റസൂലിന്റെ സൗഭാഗ്യത്തിന്റെ നെറുകയിലുള്ള മുഖത്തിൽ നിന്ന് മുൻപിലുള്ള സുഹൃത്തുക്കളുള്ള മനോഹരമായ സൗമാരിക്കുന്ന വളരെ ഓർമ്മപ്പെടുത്തുന്ന കളറുള്ള മകളിന്റെ ഉടമയായ ആസുഖങ്ങൾക്ക് തൗബ ചെയ്യാനുള്ള മനസ്സിന്റെ ആഗ്രഹമായിരുന്നു. അള്ളാഹു മഹാനവറുകൾക്ക് അറിഞ്ഞുവർത്തി കൊടുക്കട്ടെ. അതോടുകൂടി അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? നാവ് വളരെ ശ്രദ്ധിച്ചിരുന്നു. ഒരാൾക്ക് പരിക്കുള്ള ഒരു വർത്താനം പറയില്ല. അതാണ്, ഒരാൾക്കും പരിക്കുള്ള ഒരു വർത്താനം പറയില്ല. അതൊരു മനുഷ്യന്റെ പ്രത്യേകിച്ച് ഇന്ന് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? നാവ് കൊണ്ട് ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക എന്നാണ്. അതിബുർസ അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുക അതിബുർസാന്റെ കൂടെ ആയിരുന്നപ്പോ അതിബുർസ ഇന്നാളെങ്ങനെ ഈപത്ത് പറഞ്ഞു എന്ന്? ആരാവട്ടെ, അതിബുർസ്ഥാന് താല്പര്യമില്ലാത്ത സംഘടനപ്പെട്ട ആളാവട്ടെ, അതിബുർസ്ഥാന് താല്പര്യമുള്ള സംഘടനപ്പെട്ട ആളാവട്ടെ, അതിബുർസ്ഥാന്റെ അയൽവാസികളാവട്ടെ, കുടുംബക്കാരാവട്ടെ, അതിബുർസ്ഥാനെ രൂക്ഷമായി എതിർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാവട്ടെ, ഒന്നും ഉണ്ടൂല. പിന്നെന്താണെന്നറിയോ? ഞാൻ അതിബുർസ്ഥാനിൽ ഇരുന്ന് തങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളൊക്കെ ബഹുമാനപ്പെട്ടവരൊക്കെ അതിബുർസ്ഥാന്റെ സ്വന്തം ആളും ഖാദിമും ഖലീഫയായിട്ടൊക്കെ നടക്കുമ്പോ ഞാൻ ഇടക്കിടക്കൊന്ന് എത്തി നോക്കാൻ പോലുണ്ട്. ഓലൊക്കെ പണി എന്താ നോക്കാൻ. ആ സമയത്ത് ഒരിക്കല് അതിബുർസ്ഥാനോട് പറഞ്ഞു ബുർദ എടുത്തുകൊണ്ട് വരും എന്ന് പറഞ്ഞപ്പോ കുറെ രാത്രികളിൽ ഞാനും ഉസ്താദും ഒറ്റക്ക് റൂമിൽ ഇരുന്നിട്ട് ബുർദ എന്നെ കൊണ്ട് ഇങ്ങനെ ഓദിക്കും, ഉസ്താദ് കേൾക്കും. ചിലപ്പോ ഉസ്താദ് കണ്ട് ബുർദ പാടില്ല, ഉസ്താദ് ഇങ്ങനെ പറഞ്ഞുതരും. അങ്ങനെ ആ ബുർദ തീർത്തൊരു ഓർമ്മ ഉണ്ട്. ആ സമയത്താണ് ഒരിക്കല് ഉസ്താദ് തിരിച്ചു പോകുമ്പോ രാത്രി എന്നോട് ചോദിച്ചു, ഇവിടെ നല്ല ഗൾഫിന്ന് രാത്രി ഒരു ദ്വാ ഉണ്ട്, നിങ്ങൾ ദ്വാരക്കലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ രാത്രി ഒരുപാട് ദ്വാരക്കലുണ്ട് ഉസ്താദ്, ഏതാ ഉദ്ദേശിച്ചെന്ന് വെച്ചു. എന്നാ പിന്നെ ഇങ്ങനെ ദ്വാരക്കണം, പടച്ചോനെ ഇന്ന് ആരെങ്കിലും ഉമ്മത്തിൽ കുറ്റം പറഞ്ഞുവെങ്കിൽ, അറിയാതെയാണെങ്കിലും അറിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് മുഴുവനും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്ന റബ്ബേ, അതുകൊണ്ട് ഈയും പൊരുത്തപ്പെട്ടു കൊടുക്കണമെന്ന് ദ്വാരക്കാതെ ഉറങ്ങരുത് എന്ന് പറയും. പിന്നെ പോയിട്ട് എനിക്ക് ഉറക്കം കിട്ടണില്ല. കാരണം ആ മനുഷ്യന്റെ ഒരു മനസ്സ് എവിടെയാണ്. സ്വാഭാവികമായിട്ടും അന്ന് ഏതോ 1-2 ആൾക്കാർ ഉസ്താദിനെ കുറ്റം പറഞ്ഞ സമയമാണ്. അപ്പൊ ഉസ്താദ് ദ്വാരക്കാണ്, ഞാൻ ഇന്ന കുറ്റം പറഞ്ഞവർക്കൊക്കെ പൊരുത്തപ്പെട്ടു കൊടുത്തിരുന്നു, നെയ്യും പൊരുത്തപ്പെട്ടു കൊടുക്കണം. കാരണം എന്നെ കുറ്റം പറഞ്ഞ കാരണത്താൽ ആരും നരകത്ത് പോകരുത്. ഇതാണ് യഥാർത്ഥ സൂഫി, സഫാവുൽ ഖൽബ്. അതാണ് സഫാവുൽ ഖൽബ്. സൂഫി എന്ന് പറഞ്ഞാൽ മോതിരത്തിന്റെ എണ്ണം കൂട്ടുന്ന ആളെന്നുള്ള വായനൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണ്, ഏറുപാടി പോവാ 3 മോതിരം ഇങ്ങോട്ട് വരിക. അപ്പൊ കുത്തുബായി, കുത്തുബുൽ അക്താബായി, മോതിരത്തിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് കൊണ്ട് തെരഞ്ഞു കൂടും. അങ്ങനെയാണ്. നിസ്കരിച്ചോളൊന്നുമില്ല. സൂഫി എന്ന് പറഞ്ഞാൽ സഫാവുൽ കൽബ് എന്നല്ല, സൂഫിയായിട്ട് നടക്കുന്ന ആളെന്നല്ല. ഈ ലഫ്ല് എവിടുന്ന് വന്നു അതിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അത് സൊഫ ആണോ സൂഫാണോ ഒക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അല്ലെങ്കിൽ അഹ്ലു സുഫയാണോ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. പക്ഷേ സൂഫിക്ക് സഫാവുൽ കൽബ് ഉണ്ടാണെങ്കിൽ അക്കീനങ്ങൾ സൂഫിയാണ്. കാരണം സഫാവുൽ കൽബിന്റെ ആളാണ്. ഹക്കീനങ്ങളുടെ മനസ്സിൽ ഒരാളോട് വിരോധം ഉണ്ടായിരുന്നില്ല. അതോടുകൂടി ഹക്കീനങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം, തെൽസമാത്ത് മുമ്പിലിട്ടിട്ട് സൂഫിസം മറച്ചു പിടിച്ച ആളാണ്. ഇന്ന് ചില ആളുകളാണല്ല തെൽസമാത്ത് കൂടി സൂഫികളാൻ ശ്രമിക്കുന്ന ആളാണ്. ഹക്കീനങ്ങളെ പേര് ഹക്കീം തങ്ങൾ എന്നല്ല, മുഹമ്മദ് വാ തങ്ങൾ എന്നാണ്. യുനാനി പഠിച്ചോടുകൂടി ആളുകൾ ഡോക്ടറാക്കിയതാണ്. അങ്ങനെയാണ് അങ്ങനെ തന്നെയല്ലേ? അല്ല അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയാണ് ഹക്കീം തങ്ങൾ എന്നായത്. അദ്ദേഹം മുഹമ്മദ് വാ തങ്ങളാണ്. പക്ഷെ അദ്ദേഹം ഹക്കീം മുന്നിലിട്ടു, ഡോക്ടർ എന്നുള്ള ബോർഡ് മുന്നിലിട്ടു, സൂഫിസം പിന്നിലേക്ക് വലിച്ചു. മണിയറയിൽ, ആത്മാവിന്റെ മണിയറയിൽ മുത്തും പവിഴവും വാരി സ്വയം അനുഭവിച്ചതിൽ ഫല ആയ മനുഷ്യനാണ് ഹക്കീം തങ്ങൾ എന്നൊരു മുത്താലിമായി ഞാൻ മനസ്സിലാക്കുന്നു. എന്നാ ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഞാൻ ജാക്കറ്റാണ് പ്രസംഗിക്കുന്ന ആളല്ല, കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളാ. ഹക്കീം തങ്ങളുടെ ജീവിതം തുടങ്ങുന്നത് രാത്രി 3 മണി മുതലാണ്. രാത്രി 3 മണി മുതലാണ്. ഇത് സൂഫിയാക്കളുടെ ലക്ഷണമാണ്. അള്ളാനെ പേടിക്കുന്ന ആൾക്കാർ സുഖി അള്ളാക്കൂല. അതാണ്
എന്നെ പോലെയുള്ള ഞങ്ങൾക്കുണ്ടാകാം, നാടന്മാർക്കുണ്ടാകാം. അതിന്റെ മേലൊരു ഉണ്ട്, അത് ബജിലാണ്, അത് യഥാർത്ഥ ആൺകുട്ടികളുടെ وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. നരകം പറയുന്ന സമയത്ത് ഒരിക്കൽ നരകം ഇങ്ങനെ ശാസ്ത്രിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, റമദാനാണ് എന്റെ ഓർമ്മ. ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ കെട്ടിപ്പിടിച്ച് മുത്തിയപ്പോ എന്റെ കവളത്ത് ഒന്നായിട്ട് വെള്ളാണ്. അത് അക്കീനങ്ങളുടെ കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണീരായിരുന്നു. ആ കണ്ണീരിന്റെ പിറകിൽ നരകം ഓർമ്മപ്പെടുത്തിയതാണ് കാരണം. ലാ യലിജുന്നാറ മൻ ബക്കാ മിൻ ഖശ്യത്തില്ലാ, അള്ളാഹ്നോർത്ത് കരഞ്ഞവൻ നരകത്ത് പോകൂല എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരുപാട് ആയത്തും ഹദീസും ഓതുമ്പോ അക്കീനങ്ങൾ അതിൽ ഇങ്ങനെ എണീറ്റിക്കണം. ഒരുപാട് ആയത്തില് അവർ ആലിമായിരുന്നു, ആബിദായിരുന്നു, ആഷിഖായിരുന്നു. അവർ ആലിമായിരിക്കെ ആലിമ്യങ്ങളെ ബഹുമാനിച്ചാളായിരുന്നു. അവർ സയ്യിദായിരിക്കെ സയ്യിദന്മാരെ ബഹുമാനിച്ചാളായിരുന്നു. എന്നെ പോലെയുള്ള പ്രബോധകന്മാരെ അണച്ചുകൂട്ടി ചേർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് പ്രോത്സാഹിപ്പിച്ച ആളായിരുന്നു. അതിലേറെ അള്ളാന്റെ റസൂലിനോട് ഒരിക്കലും സഹാബി എന്ന് വെച്ച് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യന് ചെയ്യുന്ന ഉത്കൃഷ്ടമായ സുഹൃതം ഏതാണ്? ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷം സന്നിവേശിപ്പിക്കലാണ് നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ സുഹൃതം എന്ന് പരിശുദ്ധ റസൂൽ. അങ്ങനെയാണെങ്കിൽ അക്കീനങ്ങൾ 8 മണിക്കാണ് കസാരയിലിരിക്കും, 3 മണിക്ക് അവരുടെ രാത്രി ഹയാത്താക്കൽ തുടങ്ങും. സൂറത്തുൽ അൻആം സുബീക്കും ഓതി കഴിയും. അത് ശരിയല്ലെങ്കിൽ മക്കളോട് എന്തല്ലോ പറയട്ടെ. സൂറത്തുൽ അൻആം സുബീക്കും ഓതി കഴിയും. സൂറത്ത് യാസീൻ സുബീക്കും ഓതി കഴിയും. തഹജ്ജുദ് കഴിയും. ആലുവായി മൂപ്പരിരുന്ന് വാങ്ങിയ ദിക്ർ ചൊല്ലിക്കഴിയും. മടവൂരിനിരുന്ന് ദിക്ർ വാങ്ങിയിട്ടുണ്ട് CM വലിയുള്ളാഹി റഹിമഹുല്ലാ. അവരിൽ നിന്നുള്ള ദിക്റിന്റെ വെറുതുകൾ ആ നിശ്ചിതമായ എണ്ണങ്ങളൊക്കെ കഴിയും. അതിന് പുറമെ സുബീക്ക് മുമ്പേ തുടങ്ങും മുസ്തഫ നബിയുടെ മേലിൽ സ്വലാത്ത്. അത് കഴിഞ്ഞതിന് ശേഷം സുബീക്ക് ശേഷമുള്ള ദിക്റുകൾ, അത് കഴിഞ്ഞിട്ട് പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇരുത്താണ്. ഹൽക്കിനോടും ഖാലിക്കിനോടും കടമ പൂർത്തിയാക്കുന്നവനാണ് അതിന്റെ നേർചിത്രമായിരുന്നു. പിന്നെ ആളുകൾ വരവായി അക്കിന്നങ്ങൾ ഒരു ഹൈപ്പർ മാർക്കറ്റ് ആയിരുന്നു. പക്ഷെ ചില ആളുകൾ വരവ് കോൽക്കിണർ കുത്തിയിട്ട് വെള്ളം കാണിച്ചു കൊടുക്കാനാ. അപ്പൊ അവർക്ക് വെള്ളം കിട്ടും. ഹൈപ്പർ മാർക്കറ്റ് ആയിട്ട് കാര്യമില്ല. ഒരാൾ അരി വാങ്ങാൻ പോയാൽ ആൾക്ക് ഹൈപ്പർ മാർക്കറ്റ് അരിപ്പീടിയാണ്. ഒരാൾ മത്തി വാങ്ങാൻ പോയി ഹൈപ്പർ മാർക്കറ്റിൽ, ആൾക്ക് ഹൈപ്പർ മാർക്കറ്റ് മത്തിന്റെ കടയാണ്. നേരെ മറിച്ച് ഒരാൾ സ്വർണം വാങ്ങാൻ പോയാലോ ആൾക്ക് ഹൈപ്പർ മാർക്കറ്റ് സ്വർണ്ണ കടയാണ്, ജ്വല്ലറിയാണ്. എന്നാ ഒരാൾ എല്ലാം കൂടി വാങ്ങാൻ പോയി, അയാൾക്ക് ഹൈപ്പർ മാർക്കറ്റാണ്, ചായപ്പിടിയല്ല. ഇതുപോലെ തന്നെയാണ് ഹക്കീനങ്ങളെ പോലെയുള്ള ഉക്കതങ്ങളും കാസീനങ്ങളൊക്കെ അങ്ങനെ കേട്ടോ. അവരിപ്പോ ജീവിച്ചിരിക്കുമ്പോ അവരെ മുമ്പിൽ വെച്ചിട്ട് അവരെ കുറിച്ച് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. തങ്ങന്മാർ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ചൂരും മണം പിടിച്ച ആൾക്കാർ. അങ്ങനെ ഉണ്ട് ചിലർ, ചൂരും മണം പിടിക്കുക. ഞാൻ മിഞ്ഞാന്ന് തങ്ങന്മാരെ അസസിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞ് കുറച്ച് അധികമായി പോയോന്ന് ഇനി എനിക്ക് എന്റെ യാത്രയിലൊക്കെ എന്നെ ഇങ്ങനെ വല്ലാതെ നോവിച്ചത് ഞങ്ങൾ പൊരുത്തപ്പെട്ടോ. ഞാൻ പറയേണ്ടി വന്നപ്പോ മിഞ്ഞാന്നൊരു സസിലിച്ചിട്ട് പറഞ്ഞു, തങ്ങന്മാരൊക്കെ പൂക്കളാണ്, പക്ഷെ പൂക്കൾ ചെയ്യണേ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അല്ല അറിയാതാണ്ട് പറഞ്ഞു ഏതാണ്. പിന്നെ ഞാൻ ഇങ്ങനെ പോകുമ്പോ എനിക്ക് വല്ലാത്തൊരു മൂഡൌട്ട്. പടച്ച തമ്പുരാനെ അത് പെട്ടെന്ന് തിരുത്തി പറയാനുള്ള ഒരു വേദിയായിരുന്നു. ചിലപ്പോ ഇതന്നെ ആയിരിക്കും ആ വേദിയെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊന്നും ഇല്ല, നമ്മളെ ചെയ്യുള്ളൂ, തങ്ങന്മാരെ പെട്ടെന്നും ചെയ്യൊന്നുമില്ല. പക്ഷെ നമ്മളായിട്ട് അവരെ വടക്കാക്കരുത്. അങ്ങനെയുണ്ട്. നമ്മളിങ്ങനെ അവരെ വടക്കാക്കരുത്. അവരെ സുന്നത്തിലേക്കും ശരീഅത്തിലേക്കും ഇങ്ങനെ അടുപ്പിച്ച് നിർത്തിയിട്ട് കൊണ്ടുവരണം. അതാണ് ഇബ്നു ഹജർ ഹൈതമിയോട് ഒരു ചോദ്യമുണ്ട്, ഒരു തങ്ങൾ ഫാസിക്കായാൽ എന്താണ് അദ്ദേഹത്തിന്റെ ഹുക്മ്? മറുപടി ഒരു ഉദാഹരണത്തിൽ കൂടെ പറഞ്ഞത്. ഫാസിക്കാണെങ്കിലും തങ്ങളാണ്. അതിനെ ഉപമ പറഞ്ഞത് മൂത്രത്തിൽ വീണ മുത്തുമാതിരിയാണ്. അല്ലാഹ്, അതൊക്കെ വല്ലാതെ ചിന്തിക്കാനുള്ള മറുപടിയാണ്. ആരെങ്കിലും ഒരു സ്വർണ്ണക്കനി മൂത്രത്തിൽ വീണാൽ അത് ഇനി മൂത്രത്തിൽ വീണാൽ പോയിക്കോട്ടെ എന്ന് പറയുമല്ല, മെല്ലെ കഴുകിയിട്ടാണ്ട് എടുക്കും. അങ്ങനെയാണ്. നേരെ മറിച്ച് അങ്ങനെയും കൂടി അല്ലാത്ത തങ്ങളാണെങ്കിലോ, ഇപ്പൊ പൂക്കതങ്ങൾ, കാസീനങ്ങൾ, വേറെ ഇവരൊക്കെ ഇവരൊന്നും
നാട്ടിൽ പറയിപ്പിക്കുന്ന ആളുകളോ കള്ളുടിയന്മാരോ ഇബ്നു അസ്റമിനോട് ചോദിച്ച ആ ചോദ്യമുള്ളവരൊന്നല്ലല്ലോ. കള്ളുടിയന്മാർ ഒന്നുമല്ലല്ലോ, ഒരു മുത്തു മാണിക്കക്കല്ലുകളാണ്. യഖ്റുജു മിൻഹുൽ ലൂലു വൽ മർജാൻ, അവരെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. മറജൽ ബഹ്റൈനി യൽതഖിയാൻ, രണ്ട് ബഹർ. ഇത് റൂഹുൽ ബയാനിലാണ് കേട്ടോ. രണ്ട് ബഹർ, ഒന്ന് ഫാത്തിമത്തു സഹ്റ ബത്തൂൽ, മറ്റൊന്ന് അലി ഇബ്നു അബീ ത്വാലിബ്. ഇത് വല്ലൈലിയാണ്. അത് വല്ലൈലി ഉണ്ടാകള് ആണ് വല്ലൈലി. വല്ലുഹ ഇതായിരിക്കണ് വാപ്പ, വല്ലൈൽ ഇതായിരിക്കണ് പേരക്കുട്ടിയ മോള ഇതാണ്. വല്ലുഹും വല്ലൈലും കാണാത്തവര് കണ്ടോളി. ആ മൈക്കണ്ട് ഒഴിവാക്കണം കേട്ടോ, വല്ലൈലി പെടൂലേ. വല്ലുഹും വല്ലൈലും ഇവിടെ തന്നെ ഉണ്ടായി. അൽഹംദുലില്ലാ. ഞാൻ നിർത്തുകയാണ്. അത് എന്തൊക്കെ ഒരു ബർക്കത്താ അവിടെ വന്നു പോവാന്നുള്ളത്, ഒരു ബർക്കത്താണ്. മറജൽ രണ്ട് ബഹറിനെ കുറിച്ചുള്ള കൊടുക്കുകയാണ്. ഒരു ബഹർ ഫാത്തിമത്തുൽ സഹ്റയാണ്, മറ്റൊരു ബഹർ അലി ഇബ്നു അബീ ത്വാലിബാണ്. ബൈനഹുമാ ബർസഖുൻ യബ്ഗിയാൻ. രണ്ട് ബഹറുകൾക്കിടയിൽ ഹൃദയത്തിന്റെ വസന്തമാണ്, ജീവിതത്തിന്റെ സുഗന്ധമാണ്, ആത്മാവിന്റെ ഹരമായ അർദ്ധത്തിന്റെ ഹരമായ അർദ്ധത്തിന്റെ ഹരമായ അർദ്ധത്തിന്റെ അവലംബമായ ആനന്ദിക പ്രതിഭാസങ്ങളും പ്രകാശപ്രയമായ അല്ലാഹുവിന്റെ അഹ്ലുബൈത്തിന് സേവനം ചെയ്തോളി, ഈമാനോടെ മരിക്കൊള്ളൂ. ഏതായാലും അതൊക്കെ അള്ളാന്റെ ഒരു നിയോഗാണെന്ന് മനസ്സിലാക്കിയാൽ മതി, എന്നാ കുറെ സമാധാനം കിട്ടും. അപ്പൊ ഹുസൈൻ റളിയല്ലാഹുവിന്റെ തല കർബലയിൽ വെച്ച്, കർബല അതിന്റെ ബല, അവിടെ തന്നെ ഒരു ബല വരുന്നുണ്ട്, അവിടെ വെച്ചുകൊണ്ടാണ് അറുക്കപ്പെട്ടത്. യാ അല്ലാഹ്. കുന്തത്തിൽ നാട്ടി യസീദിന്റെ കിങ്കരന്മാർ കുന്തത്തിൽ നാട്ടി. എന്നിട്ട് ആ മനോഹരമായ ചുണ്ടത്ത് കൊള്ളി വെച്ചുകൊണ്ട് പറഞ്ഞു, എടാ ഹുസൈനെ റളിയല്ലാഹു അൻഹു, അവരെ വാക്കുദ്ധരിക്കാൻ, ഞങ്ങളെ രാജാവിനോട് കളിച്ചാൽ ഇതായിരിക്കും ഗതി. യസീദിന്റെ കൊട്ടാരത്തിലേക്ക് കാഴ്ചവെക്കാൻ കൊണ്ടുപോകാൻ പോകുന്നതിനിടയിൽ അവരൊരു ടെന്റ് കെട്ടി രാത്രി ഒന്ന് ഉറങ്ങാൻ, എന്നിട്ട് പാത്രത്തിൽ തല വെച്ചു. അപ്പൊ തൊട്ടടുത്തൊരു യഹൂദി ഉണ്ട്. അയാളെങ്ങനെ ഒരു പെരുമാറ്റവും വർത്താനം കേട്ടപ്പോ ആള് വന്നു നോക്കിയപ്പോ കുറച്ച് ആളുകൾ യാത്രക്കാർ ടെന്റ് കെട്ടിയിട്ട് ഉറങ്ങാനുള്ള പരിപാടിയാണ്. ആള് ഞെട്ടിപ്പോയി. കാരണം തളികയിലൊരു തല, ആ തലയിൽ നിന്ന് രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ്. അക്ഷമനായ മനുഷ്യൻ പെട്ടെന്ന് ചോദിച്ചു, ഓ മനുഷ്യന്മാരെ, ഇതെന്താണ്, ആരാങ്ങള്, ഇതെന്താ ഈ തല, നിങ്ങൾ എവിടുന്ന് കൊണ്ടുവരിക? ഒരു പറഞ്ഞു, ഇത് ഞങ്ങളെ നബിയുടെ പേരക്കുട്ടിന്റെ തലയെന്ന് പറഞ്ഞു. ഈ തല ഇങ്ങനെ കണ്ടപ്പോ ഞെട്ടിപ്പോയിട്ട് ഇയാൾ പറഞ്ഞു, ഒരു രാത്രി ആ തല ഒന്ന് വിട്ടുതരുമോ, നിങ്ങൾക്ക് നാളെ നേരം വിളിക്കുമ്പോ പോരെ, അതിന് ഞാൻ വാടക തരാം, പൈസ നിങ്ങൾക്ക്. നിങ്ങൾ ഈ തല തളികയിൽ വെച്ചിട്ട് കിടന്നുറങ്ങിയാല് വല്ല കണ്ടാമൃഗങ്ങൾ അത് എടുത്തുണ്ടാ നിങ്ങൾക്ക് കൊട്ടാരത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല, അതുകൊണ്ട് ആ തല ഒന്ന് എനിക്ക് വിട്ടുതരുമോന്ന് വെച്ചു. അപ്പൊ അവർക്ക് തോന്നി സുരക്ഷിതത്തിന് ഏറ്റവും നല്ല അത് തന്നെയാണ്. ഈ യഹൂദിക്ക് തല കൊടുത്തു, ഹുസൈനുള്ളാഹിന്റെ തല. യാ അല്ലാഹ്. ആ യഹൂദി ശരഫാക്കപ്പെട്ട ശരസ്സുമായി ഹുസൈൻ റളിയല്ലാഹു അൻഹു ശരഫാറുള്ള അറുക്കപ്പെട്ട ശരഫാക്കപ്പെട്ട ശിരസ്സുകളുടെ കൊണ്ട് യഹൂദി പൊട്ടി പൊട്ടി പറയുകയാണ്. എന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു അവർക്ക് വിടുകയാണ്. പ്രതികാരമായി പറയുന്നു, ഹുസൈനെ, എന്നോട് ഹുസൈനെ, മോഹന്റെ തല അറുക്കുന്ന സമയത്ത് ഞാൻ എങ്ങാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവൻ കൊടുത്ത് ഞാൻ രക്ഷപ്പെടുത്തുകയുന്നോ, എനിക്കവിടെ വരാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എന്നെ കുറിച്ച് അപ്പായോട് പരാതി പറയരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ യഹൂദി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഉറങ്ങിയപ്പോ ആ യഹൂദിയുടെ
ദുനിയാവിന്റെ കരകമായ പ്രപഞ്ചത്തിന്റെ ആനന്ദമായ അമരമായ ആശിന്റെ രാമസമയായ ഈമാനിന്റെ ഗുണങ്ങളായ ഇസ്ലാമിന്റെ അടിത്തറയായ ഇതിഹാസമായ മുഹമ്മദ് മുസ്തഫ من مات على حب آل محمد مات شهيدا അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളെ ഈ എല്ലാവരും അഹ്ലുബൈത്തിനെ സ്നേഹിച്ചുകൊണ്ട് വന്നവരാണ്. അതുകൊണ്ട് അള്ളാഹു തആല നമുക്ക് ഷഹാദത്തിന്റെ ഒരു മരണം പ്രദാനം ചെയ്യട്ടെ.